തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ വ്യാപക കള്ളവോട്ട്. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ ബൂത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കള്ളവോട്ട് നടന്നിട്ടുണ്ട്. എറണാകുളം മരടിൽ NDA സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ പേരിലും കള്ളവോട്ട് നടന്നു. പള്ളുരുത്തി നമ്പ്യാപുരം ഡിവിഷൻ 2-ാം ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാൻ വന്നയാളെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പെരുമ്പാവൂർ മുടക്കുഴിയിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടായതിനെ തുടർന്ന് വോട്ടിംഗ് വൈകി. ശക്തമായ ത്രികോണ മത്സരം നടന്ന വാർഡുകളിലാണ് വ്യാപക കള്ളവോട്ടുകൾ നടന്നത്. പ്രചാരണത്തിൽ NDA സ്ഥാനാർത്ഥികൾ ഏറെ മുന്നേറിയിടത്തെല്ലാം പരാജയഭീതിയിൽ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട്. പള്ളുരുത്തി നമ്പ്യാപുരം ഡിവിഷൻ 2-ാം ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാൻ വന്നയാളെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ടെക്സൺ എന്നയാളുടെ പേരിൽ വോട്ട് ചെയ്യാനെത്തിയ ജൻസനാണ് പിടിയിലായത്. ബൂത്തിലിരുന്ന BJP ഏജന്റാണ് ജൻസൺ കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് മനസ്സിലാക്കി തടഞ്ഞുവെച്ചത്. മരട് മുനിസിപ്പാലിറ്റി 20-ാം ഡിവിഷൻ NDA സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ അമ്മ മണി രാധാകൃഷ്ണന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തതായി കണ്ടെത്തി. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ബാലറ്റിൽ വോട്ട് ചെയ്ത് മടങ്ങി. ഇവിടെ BJPയുടെ 20-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് അംബേദ്കർ നഗർ മരട്. പക്ഷേ അമ്മ രാവിലെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ പോളിംഗ് ഓഫീസർ പറഞ്ഞു ഓൾറെഡി വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഇല്ല, ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഞാനല്ല ചെയ്തേക്കണേ, അപ്പോൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേറെ ബാലറ്റ് പേപ്പർ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇത് എങ്ങനെയോ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആളെ പിടിക്കേണ്ടതാണ്. കാരണം ക്യാമറ ഇവിടെ ഉള്ളതാണ്, പുറത്തും ക്യാമറയുണ്ട് അകത്തും ക്യാമറ ഉള്ളതാണ്. ശരിക്കും ഇത് സെർച്ച് ചെയ്താൽ ആളെ നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുള്ള നടപടികൾ ചെയ്യണം. കൊച്ചി കോർപ്പറേഷൻ വൈറ്റിലെ ജനതാ ഡിവിഷനിലും കള്ളവോട്ട് നടന്നു. തൈക്കോടം സെന്റ് ജെയിംസ് റോഡിൽ താമസിക്കുന്ന ശിവപ്രസാദിന്റെ വോട്ടാണ് മറ്റാരോ കള്ളവോട്ട് ചെയ്തു പോയത്. ഉച്ചയ്ക്ക് ശേഷം വൈറ്റിലെ ടോക്കറ്റ് സ്കൂളിന്റെ ബൂത്ത് നമ്പർ 3-ൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു കള്ളവോട്ട് നടന്നത് അറിയുന്നത്. ചലഞ്ച് ചെയ്തപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ടെൻഡർ വോട്ട് ചെയ്യിപ്പിച്ചു. ഈ ബൂത്തിൽ വേറെയും കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെന്ന് ശിവപ്രസാദ് ആരോപിച്ചു. റീപോളിംഗിലൂടെ തെരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാക്കണമെന്നും ശിവപ്രസാദ് ആവശ്യപ്പെട്ടു. 2:30 ഞാനും വൈഫും കൂടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കറ്റ് സ്കൂളിലുള്ള ബൂത്ത് നമ്പർ 3-ലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ 25 മിനിറ്റോളം ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വോട്ട് ഇതിനു മുമ്പേ ആരോ വന്ന് കള്ളവോട്ട് പോലെ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനവിടെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് അവിടെ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുകയും അതിനെതിരെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ബൂത്ത് നമ്പർ 3-ൽ 48-ാം ഡിവിഷൻ്റെ ബൂത്ത് നമ്പർ 3-ൽ വ്യാപകമായിട്ട് കള്ളവോട്ടിംഗ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ബൂത്ത് നമ്പർ 3-ലെ വോട്ട് റീപോളിംഗ് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് റീപോളിംഗ് നടത്തിയിട്ടല്ലാണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളിൽ ആര് വിജയിച്ചു എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റില്ല. വളരെയധികം മോശകരമായൊരു നടപടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപക കള്ളവോട്ടുകൾക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നുണ്ട്. ജനം, കൊച്ചി.